Good morning. Respected attendants, dearly beloved in Christ. ഈ സമയത്ത് എന്താ സംസാരിക്കേണ്ടതെന്ന് ചോദിച്ചാൽ എനിക്ക് വലിയ പിടിയും കിട്ടുന്നില്ല. ദൈവത്തിൻ്റെ വലിയ കരുണയാൽ കഴിഞ്ഞ 4 വർഷവും 5 വർഷമാകാൻ ഇനിയും ഒരു 16 ദിവസം കൂടെയുണ്ട്. ഓഗസ്റ്റ് 17-ാം തീയതിയാണ് ഞാനിവിടെ വന്ന് ജോയിൻ ചെയ്യുന്നത്. ഇനിയുണ്ട് 2 ആഴ്ചകൾ. ഏതാണ്ട് 5 വർഷക്കാലം ഈ ദേവാലയത്തിൻ്റെ എല്ലാ പ്രവർത്തനത്തിലും ഭാഗവാക്കുവാൻ തക്കവണ്ണം തമ്പുരാൻ തന്ന അവസരത്തിന് ദൈവസ്ഥാനത്തിൽ നന്ദി പറയുന്നു. പേഴ്സണലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ എന്തെങ്കിലും ഇടവയ്ക്ക് വേണ്ടി വലിയ കാര്യങ്ങളും ചെയ്തെന്ന് ചോദിച്ചാൽ ഐ ഡോണ്ട് തിങ്ക് ഐ ക്യാൻ ഡു മച്ച് തിങ്സ്. വന്ന അവസരത്തിൽ കോവിഡിൻ്റെ നല്ല അതിപ്രസരമായിരുന്നു. അത് കഴിഞ്ഞ് കോവിഡെല്ലാം കഴിഞ്ഞ് വന്ന് എല്ലാം ഒന്ന് സെറ്റിൽഡായി വന്ന ഒരു ഇംപ്രൂവ്മെൻറ്റിൻ്റെ സെറ്റിലേക്ക് വന്ന അവസരത്തിൽ മൈ മിഷൻ ഈസ് ചേഞ്ച് ടു അനദർ ഫീൽഡ്. അതുകൊണ്ട് എന്തെങ്കിലും കാര്യമായി ഇടവയിൽ ചെയ്യാൻ തക്കവണ്ണം സാധിച്ചു എന്ന് ചോദിച്ചാൽ, ദൈവസ്ഥാനത്തിൽ ചോദിച്ചാൽ ഒന്നും എനിക്ക് ക്ലെയിം ചെയ്യാനായിട്ടില്ല. അതേസമയത്ത് ഈ 5 വർഷക്കാലം നിങ്ങൾ തന്ന സ്നേഹത്തിനും കരുതലിനും എനിക്കറിയാം. പ്രത്യേകിച്ചും എൻ്റെ ഒരു പ്രത്യേക സ്വഭാവത്തിന് ഇവിടെ ഭക്ഷണം കൊണ്ട് തരാൻ പോലും ദേ ആർ സ്ട്രഗിളിങ്. പക്ഷെ അതൊന്നും കാണിക്കാതെ വളരെ ഉചിതമായി they did a wonderful job to take care of myself and my family. I really thank them and all the spiritual organization because their cooperation and all their concern and prayers. I really thank them from my heart. അതേസമയത്ത് എൻ്റെ ഒരു ബലഹീനത എന്ന് പറഞ്ഞാൽ എൻ്റെ മുഖം എപ്പോഴും സാധാരണ പറയാറുണ്ട്, എൻ്റെ വീട്ടിലും എൻ്റെ കുഞ്ഞുങ്ങളും പറയാറുണ്ട്, അപ്പോൾ എനിക്ക് ചിരിക്കാൻ അറിയാൻ പാടില്ല. അതെന്തോ പണ്ട് മുതലേ ഉള്ളൊരു കാര്യം. ഞാൻ ഇപ്പോഴും ഓർക്കുന്നത്, സെമിനാരി ജീവിതം കഴിഞ്ഞ് ദേവലോകത്ത് വട്ടകുന്നി തിരുമേനിയുടെ സിംഹാസനായി നിന്ന അവസരത്തിൽ അവിടെ സൺഡേ സ്കൂളും ഒരു ഇടവക അല്ലെങ്കിൽ പോലും അവിടെ ഒരു ഇടവകയിൽ കൂടുതൽ ആളുകൾ വരികയും സൺഡേ സ്കൂളിലെല്ലാം നടക്കുന്നുണ്ട്. ഒരു 2 വർഷം കഴിഞ്ഞൊരു കൊച്ച് പറഞ്ഞ കാര്യം ഞാൻ ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഓർക്കുന്നുണ്ട്. വീടാണോ ചമ്മാച്ചൻ ഞങ്ങളോട് സംസാരിക്കുമെന്ന്. 2 വർഷം കഴിഞ്ഞിട്ടാണ്. എന്തോ അങ്ങനെ ആയിപ്പോയി എൻ്റെ സ്വഭാവം. എൻ്റെ മുഖം അതുപോലെ തന്നെയാണ്. അതെല്ലാം സഹിക്കാനും അതെല്ലാം ക്ഷമിച്ച് നിങ്ങൾ തന്ന സ്നേഹത്തിനും എല്ലാ കരുതലിനും ദൈവസന്നിധിയിൽ നിന്ന് പറയുന്നു. ഏതെങ്കിലും വിധത്തിൽ എൻ്റെ ഈ പ്രത്യേക സ്വഭാവത്തിലോ സംസാരത്തിലോ ആരെങ്കിലും പ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് ഞാൻ ദൈവസന്നിധിയിൽ ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നു. എല്ലാറ്റിനും ദൈവസന്നിധിയിൽ നന്ദി പറയാനല്ലാതെ വേറെ ഒന്നും പറയാനായിട്ട് ഈ സമയത്തില്ല. ഇവിടുത്തെ മാനേജിംഗ് കമ്മിറ്റിയോട് അതുപോലെ തന്നെ എന്നോടുകൂടെ സഹകരിച്ച് പ്രവർത്തിച്ച ബഹുമാനപ്പെട്ട രാജേഷ് അച്ഛൻ, ക്രിസ്റ്റഫർ അച്ഛൻ, മാമൻ മാത്യു കോർപ്പസ്കോപ്പ അച്ഛൻ, വികാർ എമറൈറ്റ്സ്, വെരി റവറൻഡ് എരിപോല കോർപ്പസ്കോപ്പ അച്ഛൻ, എല്ലാവരുമുള്ള സ്നേഹവും സന്തോഷവും നന്ദിയും അറിയിക്കുന്നു. നിങ്ങളെല്ലാവരും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം എന്ന് ഓർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ എല്ലാം പുതിയൊരു ഫീൽഡിലേക്ക് പോകുന്ന അവസരത്തിൽ ദൈവത്തിൻ്റെ കരുണയല്ലാതെ വേറെ ഒന്നും മുന്നോട്ട് പോകാൻ നോക്കണം സാധ്യമല്ല. പ്രത്യേകിച്ച് ഞാൻ എൻ്റെ കുറവുകൾ നോക്കുമ്പോൾ ദൈവത്തിൻ്റെ കരുണയില്ലാതെ ഒരു കാര്യം ചെയ്യാൻ നോക്കണം സാധിക്കുക എന്നുള്ള പൂർണ്ണ ബോധ്യത്തോടുകൂടിയാണ് ഞാൻ മുന്നോട്ട് നീങ്ങുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ
മുട്ടിപ്പോയുള്ള പ്രാർത്ഥന ഉണ്ടായിരിക്കണം. അടുത്ത ആഴ്ചയിൽ പുതിയ അച്ഛന്മാർ വരുന്ന അവസരത്തിൽ ടേക്ക് കെയർ ദം ടു ഹോൾ ഹാർട്ടഡ്ലി ഞങ്ങളോട് ചെയ്തതിനേക്കാൾ കൂടുതലായി അവരെയും സ്നേഹത്തിൽ ഈ ഇടവകയുടെ പുരോഗമനത്തിലേക്ക് നയിക്കാൻ തക്കവണ്ണം അവർക്ക് ഇടയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന പുതിയ മേഖലയിൽ ദൈവഹിതം നടത്തുവാൻ തക്കവണ്ണം നിങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ പ്രാർത്ഥനയാണ് ഞങ്ങളുടെ ശക്തി എന്ന് പറയുന്നത്. ഏറ്റവും ഒടുവിൽ പറഞ്ഞതുപോലെ നിങ്ങളെല്ലാവരും സമാധാനത്തോടെ പോകുകയും എന്നേക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുമെന്നുള്ള പ്രാർത്ഥന മുടങ്ങാതെ നിങ്ങൾ കൊണ്ടുപോകണമെന്ന് നമ്മൾ ഓർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കും.